മാറാവ്യാധികളും രോഗപീഠകളും മാറുവാൻ വേണ്ടി ദൂരദിക്കുകളിൽ നിന്നു പോലും വിശ്വാസികൾ തേടിയെത്തുന്ന ഈശ്വര സന്നിധിയാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം. പണ്ട് കാലത്ത് ഈ പ്രദേശത്തെ കാട്ടിൽ കാരസ്കരൻ എന്നൊരു അസുരൻ വസിച്ചിരുന്നു. ഭസ്മാസുരന്റെ പുത്രനായ ഈ അസുരൻ എല്ലാവർക്കും വലിയ ദ്രോഹമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ പരശുരാമൻ കൊടും കാട്ടിനുള്ളിൽ കടന്ന് ഈ അസുരനെ വകവരുത്തി. അതിനുശേഷം കാട്ടിലൂടെ നടന്ന പരശുരാമൻ വളരെ അവിചാരിതമായി ഒരു ശിവലിംഗം കണ്ടു. അതിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയ പരശുരാമന് മുന്നിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം വഴി പരശുരാമൻ ഈ ശിവലിംഗത്തിന്റെ കഥ അറിയുകയും ചെയ്തു. പണ്ട് എന്തോ വിഷബാധയാൽ സൂര്യന് തൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. ഇതിൽ ദുഃഖിതനായി ഒരു പരിഹാരം തേടി അലഞ്ഞ സൂര്യന് ഗരുഡൻ ഒരു ശിവലിംഗത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. പാലാഴി മദന സമയത്ത് പുറത്തു വന്ന കാളകൂട വിഷം ലോകത്തെ ബാധിക്കാതിരിക്കുവാനായി പരമശിവൻ അത് കഴിക്കുകയും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ശിവൻ തന്നെ വൈദ്യനാഥലിംഗം എന്ന ഒരാത്മലിംഗം സ്ഥാപിച്ച് പാർവതിയോടൊപ്പം അതിൽ പൂജ നടത്തി രോഗവിമുക്തി നേടിയത്രേ. അതിനാൽ സൂര്യൻ ശിവനെ കണ്ട് തൻ്റെ അവസ്ഥയെ അറിയിച്ച് ശിവന്റെ കയ്യിലുള്ള ആ വൈദ്യനാഥലിംഗം വഴി പ്രാർത്ഥിച്ച് രോഗമുക്തി നേടുവാൻ വേണ്ടി പോയി. അങ്ങനെ ശിവനിൽ നിന്നും വൈദ്യനാഥ ആത്മലിംഗം മേടിച്ച് സൂര്യൻ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിച്ച ഇടമാണത്രേ ഇന്നത്തെ കാഞ്ഞിരങ്ങാട് ക്ഷേത്രം. സൂര്യദേവൻ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം. അത്യപൂർവമായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള അതിപുരാതനമായ ശിവക്ഷേത്രം കൂടിയാണിത്. തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ബ്രാഹ്മണ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് അവർക്ക് ഭജനമിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ക്ഷേത്രം പണിയെടുപ്പിച്ചതെന്നും പറയപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ വൈദ്യനാഥൻ കുടികൊള്ളുന്നത്. ഇവിടെ ഭഗവാന് ക്ഷീരധാരയും ജലധാരയും നെയ്വിളക്കും വഴിപാടായി സമർപ്പിച്ച് ഭജന ഇരുന്നാൽ കണ്ണിൻ്റെ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഞായറാഴ്ചയാണ് വിശേഷ ദിവസമായി കണക്കാക്കുന്നത്. സൂര്യശോഭ കൂടിയുള്ള ഈ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വൈദ്യനാഥന് സൂര്യ തേജസ് കൂടി ഉണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ക്ഷേത്രവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹനീയമായ ദിവസമാണ് 6 ഞായർ. മലയാള മാസം 6-ാം തീയതി ഞായറാഴ്ച വരികയാണെങ്കിൽ ആ ദിവസമാണ് 6 ഞായറെന്നും അന്നാണ് ഇവിടെ വൈദ്യനാഥനെ ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠ നടന്നത്. സൂര്യന് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അതിശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ഈ ക്ഷേത്രഭൂമിയിൽ അമൂല്യങ്ങളായ ഒട്ടനവധി ഔഷധങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ആൽമരത്തിനും കാഞ്ഞിരമരത്തിനും അത്ഭുത ശക്തികളുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഉത്തര കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ക്ഷേമത്തിനായി തൊഴുതു വന്നിരുന്ന 3 ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇവിടുത്തെ വൈദ്യനാഥന് കയർ വഴിപാടായി സമർപ്പിച്ചാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ സന്നിധിയിലെത്തി വൈദ്യനാഥനോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. കണ്ണൂരിൽ നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഒരേ ദിവസം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും ദർശനം നേടുന്നത് ഐശ്വര്യദായകമാണെന്ന് കരുതുന്നു.